അപ്പം വീണ്ടും അത് ജെറ്റ് വല്ലതാന്ന് തോന്നുന്നത്. ഏതോ പ്ലെയിനാ ബോംബാണ്. പാകിസ്ഥാൻ അത്രയ്ക്കുള്ള കഴിവൊന്നും പാകിസ്ഥാൻ അയക്കുന്ന മിസൈലൊക്കെ പൊട്ടാതെ ഒരു പിള്ളേരെടുത്ത് എറിഞ്ഞു കളിച്ചു. കണ്ടത്തിലൊക്കെ ഏറുപന്ത് പണ്ട് നമ്മളില്ലേ ഏറുപന്ത് കളിക്കുമായിരുന്നല്ലോ, അതുപോലെ പാകിസ്ഥാന്റെ അവസ്ഥ. എവിടെ ജയ്സാൽമീറിലെന്ന് കിടന്നല്ലേ പൊട്ടാത്ത ബോംബ്. അതേതാ ചൈന ഞങ്ങളെ മിസൈലൊക്കെ പൊളിസ്ഥാനോ ചൈനയൊക്കെ പച്ചയ്ക്ക് ഊമ്പിച്ച് വിടുക. പാകിസ്ഥാനൊക്കെ പൊട്ടാത്ത ബോംബൊക്കെ കൊടുക്കും. അതങ്ങനെ ഒരു ഇത് നല്ല സീനാട്ടോ. എന്നാ സീനാ ചുമ്മാ എന്നാ പൊട്ടിയരാ അമ്മാരെ അടിച്ച്. പക്ഷെ എനിക്ക് സംശയം ഉണ്ടോ ഈ ന്യൂസ് വരുന്നതൊക്കെ പക്കയാണോ? മലയാളം ന്യൂസ് കാണുകയോ എന്റെ മോനെ ഇതുപോലെ കോമഡി സാധനമൊക്കെ. മറ്റേ ഇതുണ്ടോ മറ്റേ മൊട്ടത്താലേനുണ്ടല്ലോ റിപ്പോർട്ടറിനകത്തെ കുമാർ, എന്താ അവന്റെ പേരെന്തായിരുന്നു? ശ്രീകണ്ഠൻ നായർ. അത് 24 അല്ലേ മറ്റേ മനസ്സിലായത് ആ മൊട്ട പുള്ളി പറഞ്ഞ കേട്ടോ. മറ്റേ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടും അടച്ച് പൂട്ടിയെന്നും പറഞ്ഞ്. മലയാളം ന്യൂസ് കാണാനുള്ള ബാഡാ. ചുമ്മാ ഇങ്ങനെ ചറ പറ സാധനങ്ങളാണ്. ഇവിടെ ഒരു ചുമന്ന കളറിൽ ഇതൊരു വെള്ള കളറിൽ ഇതിങ്ങനെ ഷൂന്നും പറഞ്ഞ് എന്നെ ഷോ ചുമ്മാ. പക്ഷെ അമ്മാര് തിരിച്ചടിക്കാനുള്ള അമ്മാരാകെ നാണം കെട്ടിരിക്കുക. നമ്മുടെ ബോയ്സ് എല്ലാം ചുമ്മാ പവർ അടിക്കുന്ന അടിച്ച് പൊട്ടിക്കല്ല അതിന്. പക്ഷെ ഇത് വൻ സീനാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സീനാവെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തേലും നമുക്ക് ഇതുവരെ ഒന്നും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കുമ്പോഴാണ് സീനാവുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എന്തായാലും ഇപ്പൊ ഒരു മിസൈല് വന്ന് വീണാ മതി. പക്ഷെ ആ ജമ്മുവിലൊക്കെ സീൻ നടക്കുന്നുണ്ടോ നമ്മളറിയാത്ത ഒന്നും പുറത്ത് വിടുന്നില്ലല്ലോ. ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവര് പുറത്ത് വിടുന്നില്ലെന്ന് തോന്നുന്നത്. ഒരു സെക്കൻഡ് റെക്കോർഡ് ആവുന്നുണ്ട്. മറ്റേ ഈ എന്നാ പുതിയൊരു സീൻ, അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഈ വാർ ഭയങ്കര ഇതാ പന്നയാ ഇന്ത്യയിൽ അണ്ടർമൈൻ ചെയ്യുന്ന പോസ്റ്റുകൾ ഇടുന്നവരെ ഇപ്പം നോട്ടീസ് കാരണം വാർ അങ്ങനല്ലല്ലോ. നമ്മളെ ഇങ്ങോട്ട് കയറി എത്ര ആൾക്കാരെയാ കൊന്നത്, അതും മതത്തിന്റെ പേരില് അടിച്ചിട്ട്. പക്ഷെ എന്താണേലും എനിക്ക് തോന്നുന്നില്ല വാർ രണ്ടുപേർക്കും ഗുണമായിരിക്കത്തില്ല, ദോഷം. വാർ എന്നുള്ളൊരു ഫേസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പാകിസ്ഥാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവന്മാർ പറയത്തില്ല. ന്യൂസിലാണെങ്കിലും ഇപ്പൊ കയറിയിരുന്ന് മറ്റേ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവന്മാരുടെ അടുത്ത് MP ഒക്കെ ഇരുന്ന് കരയുക ഞങ്ങളെ പക്ഷെ എല്ലാം ഒരു ദിവസം മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ. അത് മതി. നമ്മുടെ തല വന്ന് പൊട്ടായിരുന്നാ മതി. അമേരിക്ക ഒക്കെ ഫുൾ സപ്പോർട്ട്, കയറി അടിക്കണം മക്കളെന്നല്ലേ പറഞ്ഞേക്കുന്നു. ആരും മറ്റേ എല്ലാ വാട്ടർ ട്രീറ്റി ഒക്കെ സൈൻ ചെയ്തിട്ടുള്ള അതൊക്കെ അതിനകത്ത് ആരെ ഇടപെടത്തില്ല? UN ഇടപെടത്തില്ലെന്നല്ലേ പറഞ്ഞു. ഇവന്മാരൊക്കെ എന്നെ ഇടപെടാൻ ഇതൊക്കെ ചുമ്മാ പൈസ ഉള്ളവൻ പറയുന്നത് കേട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ എന്നെ ഷോ നമ്മളൊക്കെ വിളിക്കുമോ ഇനി? നമ്മളെ യുദ്ധത്തിന് പോയാൽ നേരെ ഒരു നമ്മളെ തീറ്റിപ്പോറ്റാൻ തന്നെ അവന്മാര് കുറച്ച് കഷ്ടപ്പെടും. അവിടെ പോയി തിന്നാനൊന്നും സമയം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പോയി എല്ലാത്തിനും അങ്ങ് തീർക്കണം. അതാ നമ്മളിവിടെ നിന്ന് ചിരിക്കുന്ന പോലെ അല്ല, അവിടത്തെ ഭയങ്കര ആൾക്കാരൊക്കെ മരിക്കുന്നുണ്ട്. അവരുടെ വീടുകളൊക്കെ നശിപ്പിക്കും. എന്നാ ശോകല്ലേ നമ്മളൊരു വീട് കുറെ നാള് 14 കൊല്ലം ജോലി ചെയ്തൊരു വീട് വെച്ച് അടുത്ത ദിവസം ഒരു മിസൈല് വന്നത് തീരുവ. ഭയങ്കര എന്തോ ബാഡായിരിക്കും അവര്. അതും അവരൊന്നും ചെയ്യാത്ത അവന്റെ വീട് പൊട്ടി തകർന്നോണ്ടിരിക്കും. അല്ല നമ്മളിതുവരെ അവന്മാരെ വീടുകൾ അങ്ങനല്ലല്ലോ. ജമ്മുവിലൊക്കെ ജമ്മുവില് ഇങ്ങോട്ട് വന്ന് കയറി അടിക്കുന്നതേ. നമ്മള് സിവിലിയൻസിനെ ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. അവന്മാരല്ലയോ ചുമ്മാ കയറി വന്ന് എന്തോ ബോംബ് പൊട്ടിയാലും അപ്പൊ ഇത് കൊളാട്രൽ ഡാമേജ് ഉണ്ടാവും, ആരെയിലൊക്കെ ആയിരിക്കും. ഒരു പാകിസ്ഥാൻ എനിക്കറിയാതിൽ ആടൊക്കെ ആയിരിക്കും കൊളാട്രലായിട്ട്. ഇവന്മാരെ ആടുകളെ കേട്ടല്ലോ ഇറങ്ങുന്നത്. അവന്മാരുടെ ടെററിസ്റ്റ് ക്യാമ്പിന്റെ അടുത്തൊന്നും എനിക്ക് മൊത്തം തീവ്രവാദികളുടെ സെറ്റപ്പ് മാത്രമേ കാണുന്നതാണ്, അല്ലാതെ വില്ലേജ് ഒക്കെ ഉണ്ടാവും. നിന്നെ ഇപ്പം വിളിക്കുക കൃഷ്ണുണ്ണി പാകിസ്ഥാനെ അടിക്കണം ബാ എന്ന് പറഞ്ഞാൽ നീ എന്നാ പറയും? വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, പോയല്ലേ പറ്റത്തുള്ളൂ. രാജ്യത്തിന് വേണ്ടി നമുക്ക് നിന്നല്ലേ പറ്റൂ. നമുക്കല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ?
അന്നേ പറ്റുമെന്ന് പറഞ്ഞുള്ള ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രായമുള്ളവർക്കൊക്കെ ഒന്ന് പോണം എന്നുള്ള ഒരു കടി കാണും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴേ സത്യം അറിയത്തുള്ളൂ. അല്ലാലും അവര് ചുമ്മാ ആണോടാ ഇത്രയും നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ അങ്ങോട്ട് ചെന്ന് നിന്നോടൊരു വടി പിടിച്ചോണ്ട് ഓടാൻ പറഞ്ഞാൽ നീ ഓടുവോ? ഇത്രയും വെയിറ്റ് ഉള്ള മറ്റേ AK-47 എനിക്ക് തോന്നുന്നു പട്ടാളക്കാർക്ക് വെടി കൊള്ളാതിരിക്കാൻ വേണ്ടി വേണം നമ്മളെ ഷീൽഡായിട്ട് നമ്മുടെ പുറകെ നിന്നൊക്കെ പോവാന്. പക്ഷെ നമ്മളിത് തമാശിക്കാൻ വേണ്ട, തമാശിക്കാനുള്ള തമാശ അല്ല ഇത് സീരിയസ് നമ്മള് തമാശ അടിച്ച് ബോറാക്കണ്ട. അതെ അതെ, എന്നാണെന്ന് എല്ലാരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക അല്ലേ? അതെ, എന്തും എപ്പോ വേണേലും സംഭവിക്കും. പിന്നെ പാകിസ്ഥാന്റെ എനിക്ക് തോന്നുന്നു കൊള്ള പകുതി സാധനം പൊട്ടിച്ചെന്നാവുമായിരുന്നു. പകുതിയും ചീറ്റിയൊക്കെയാ പോകുന്നത്. ചീറ്റി പോകുന്നത് നമ്മുടെ മറ്റേ പോലെ പണ്ട് പറയല്ലോ രോമത്തിൽ പോലും തൊടാൻ പറ്റിയിട്ടില്ല പാകിസ്ഥാന്. അയ്യോ, പടക്കം പൊട്ടുന്ന പോലെ. ടർക്കിയൊക്കെ പാകിസ്ഥാനിന്റെ കൂടെ അല ചെയ്യാൻ പോവാന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. ടർക്കി ഷവർമയൊക്കെ തിന്നിരുന്ന ഇസ്താൻബുൾ. അല്ല, അതിനകത്ത് വേറൊരു ഇതുണ്ട്. ഫസ്റ്റ് ഇപ്പൊ അന്ന് മറ്റേ ഇവിടെ ഭൂമിയിലേക്ക് എന്തോ ഉണ്ടായ സമയത്ത് ടർക്കിയിലേ ഫസ്റ്റ് സഹായിച്ചത് ഇന്ത്യയാ. എന്നിട്ടാ ഇവിടെ നിന്ന് എത്ര പേര് അവിടെ പോയി വിഗ് ഹെയർ ഫിക്സിങ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ നോക്കി ചുമ്മാ കണ്ടപ്പോ ഇത്രയോ കോടി ടൂറിസ്റ്റ് ഇത് ടർക്കിയിലോട്ട് പോകുന്നത്. നമ്മുടെ ടർക്കിയിൽ കഴിഞ്ഞ ദിവസം കുറച്ചാളുമ്പോ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാർ പോകുന്ന കുറവാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അല്ല, ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം. ഇന്ത്യക്കാരൊക്കെ പോകുന്നുണ്ടോ അവള്? ഇന്ത്യക്കാരാ കൂടുതൽ. അവിടുത്തെ മെയിൻ വിസ ഉണ്ടല്ലോ, ഈ തലമുടി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തന്നെ അവിടെ വിസ വരെ ഉണ്ട്. ട്രാൻസ്പ്ലാന്റ് പോയി ചെയ്യാൻ വേണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. ഈ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഓഫീസ് ജോബും മുംബൈയിലോട്ടും വന്ന ശേഷം എൻ്റെ മുടി ഭയങ്കരമായിട്ട് പോകാൻ തുടങ്ങി. ഇത്ര നാൾ വലിയ സീനില്ല. സ്ട്രെസ്സും ഉണ്ട്, എനിക്ക് തോന്നുന്നു ഉറക്കമൊന്നും ശരിയാവാത്തോണ്ടാ. ഒരു 8 മാസം കൊണ്ടുണ്ടല്ലോ ഫുൾ തിണ്ടൗട്ടായി. ലൈഫ് ഒട്ടും ബാലൻസ്ഡ് അല്ല. നമ്മൾ എന്താ പിന്നെ ഇതൊരിപ്പം നമ്മളിപ്പോ ഒരു മിഡ് ലൈഫ് ആവാറായി. അപ്പം മുടി പോവാറായി. പക്ഷെ എന്തോ ഈ വിഗൊക്കെ വെച്ച് നടക്കുന്നമാര് എന്ത് മാന്യമായിട്ട് മുട്ടയടിക്കണം. അതെ, നമ്മുടെ സിദ്ധാർത്ഥ മാന്യമായിട്ട് ഒന്ന് പറ്റടിക്കണം, നല്ല മുട്ടയടിക്കണം. ഈ വിഗൊക്കെ വെച്ച് നടക്കാൻ മാത്രം ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ എന്നാ ശോകോ. രാവിലെ ഒരു സാധനം എടുത്ത് ഒട്ടിക്കും. ട്രാൻസ്പ്ലാന്റ് പിന്നെ മറ്റേ ഇതൊക്കെ ചെയ്ത് ഇപ്പൊ മുടി വളരാത്തവർക്കാണ് വിഗ് വെക്കുന്നതിന് കുഴപ്പമില്ല. ലൈക്ക് ഇപ്പൊ ഈ ക്യാൻസർ പേഷ്യന്റ് അവർക്ക് ഒരു ഇതുണ്ടെങ്കിൽ. പക്ഷെ എന്നാണേലും നമ്മള് മുടിയില്ല അത്രേ ഉള്ളൂ. മുട്ടയടിക്കുക, മാന്യമായിട്ട് മുട്ടയടിക്കുക, താടി വേണ്ട താടി വളർത്തുക. അതെ, അല്ലേ മുട്ട താടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. താടി മീശ എല്ലാം ഉണ്ടാവും. ഇവിടെ നിന്നൊക്കെ ഈ ബാക്കിലെ മുടി എടുത്ത് ഇവിടെ വെക്കും. ഏതോ മലയാളം യൂട്യൂബർ എന്തോ ചെയ്തെന്ന് എനിക്ക് മീശയും താടിയൊക്കെ നടന്മാരൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യും. ഈ വെളുക്കാനുള്ള സാധനം എല്ലാ റിങ്കിൾസ് മാറാനും ഈ ഡാർക്ക് സർക്കിൾസ് മാറാൻ എല്ലാം ചെയ്യും. എല്ലാത്തിനും ഉണ്ട്, പൈസ ഉണ്ട്, എന്തുവാണെങ്കിലും ചെയ്യാം. നമുക്കാണെങ്കിലും ചെയ്യാം. നമ്മുടെ ഇപ്പം ടാനൊക്കെ കളയാം, അവർക്ക് ടാൻ വരാതിരിക്കാനും എല്ലാം പരിപാടിയും ഉണ്ട്. പ്ലാസ്റ്റിക് സർജറി ഇപ്പം ഇതുണ്ട്. എന്നാ ഒരു ഡ്രഗ് ഉണ്ട്, അതിന്റെ പേരെന്നായിരുന്നു, ഒസെംപിക്. വണ്ണം കുറയ്ക്കാൻ എത്ര പേരും ഇനിയിപ്പോ നോക്കിയാൽ മതി. ബോളിവുഡിലുള്ള എല്ലാരും ഇപ്പൊ വണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. എല്ലാരും ഒസെംപിക് അടിച്ചാ വണ്ണം കുറയ്ക്കുന്നത്. എന്താണ് അത് ശരിക്കും എന്തോ ക്യാൻസറിന്റെ മരുന്നിന് പ്രതിരോധത്തിനുള്ള അതിനിങ്ങനെ ഒരു സൈഡ് എഫക്ട് ഉണ്ട്. ഇപ്പൊ അതൊരു ഈ ഒബേസിറ്റി ഡ്രഗ് ആയിട്ട് വിറ്റോണ്ടിരിക്കുക. അമേരിക്കയിലല്ല എല്ലാരും ഇതാ കഴിക്കുന്നത്. തൊപ്പിച്ചേട്ടൻ നമ്മളെ നോക്കിക്കൊണ്ട് ഇവന്മാരെന്ത് കിഴങ്ങ ഇവിടെ കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ വേറൊരു നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുമ്പോൾ നമുക്കത് തോന്നത്തില്ല. പക്ഷെ നീ ഒരു പബ്ലിക് സ്പേസ് നമ്മൾ ഇങ്ങനെ വന്ന് എടുക്കുമ്പോൾ പറഞ്ഞൊന്നും വേറെ പണിയില്ലെന്നാലും. ഞാൻ പറഞ്ഞില്ല ഇന്നലെ എൻ്റെ അടുത്ത് ഞാൻ കാഫേ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ നൈസായിട്ട് അവർ മറ്റേ വൻ സെറ്റപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ നോർമൽ ഇതെടുക്കുന്നത്. അവൻ വന്നിരിക്കുന്നു, മറ്റേ ലൈറ്റൊക്കെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്യുന്നു, വീഡിയോ അപ്പുറത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരാള് ഒരു ബുക്കിനകത്ത് ഇങ്ങനെ ഓക്കെ ടിക്ക് ചെയ്ത് മറ്റേ ഒരു പെങ്കൊച്ചാണേ. അവൻ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇത് എന്തോ ടിക്ക് ആയിരിക്കുമല്ലോ. അവന് വലിയ പ്രായമില്ല. എനിക്കത് 18 വയസ്സ് പോലും ഇപ്പോഴത്തെ മില്ലിനേഴ്സ് എല്ലാരും ഈ കണ്ടന്റ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴത്തെ മില്ലിനേഴ്സ്. ഏറ്റവും ക്ലിക്സും ഡിജിറ്റലാണ് ഇപ്പൊ എല്ലാം ഡിജിറ്റലാണല്ലോ. മണി മേക്കിംഗ് ഇത് ഒരു ഗോൾഡ് മൈൻ. നമ്മളും അതല്ലേ ഇത് ചെയ്യുന്നത്.
പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ലെന്ന് സമയം എടുക്കുമായിരിക്കും അല്ലയോ. എന്ന് പറഞ്ഞാൽ കിട്ടാനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമുക്കിത് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കിട്ടാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മരുന്ന് വിൽക്കാം, അല്ലെ ഇത് പിന്നെ മയക്കുമരുന്ന് നടത്താം, പൈസക്ക് വേണ്ടിയാണെങ്കിൽ ഇതിലും എളുപ്പം അതല്ലേ. അത് ശരിയാ. ഇത് നമ്മള് ഒരു രസമുണ്ട്, സംഭവം പിന്നെ ചുമ്മാ ഇരുന്ന് കൊണ അടിച്ചാ പൈസ കിട്ടുമെങ്കിൽ പുളിക്കൂ ഇല്ല. ഓഫ് കോഴ്സ് നോട്ട്. അയ്യോ, പിന്നെ എന്നാ ഒരൊറ്റ ജീവിതം നമ്മുടെ പയ്യന്മാരെല്ലാം, അതെ നമ്മുടെ പയ്യന്മാരെല്ലാം പോയില്ലേ നമ്മുടെ. അപ്പൊ അങ്ങനെയാണല്ലോ, പണ്ടോട്ട് അങ്ങനെയാണല്ലോ. എന്തേലും ഒരു സാധനം തുടങ്ങുമ്പോ അപ്പൊ എവിടെയെങ്കിലും ഒക്കെ കയറി അങ്ങ് പോകും. അതാണ് സീൻ. എന്നാ ചെയ്യാനാ. പക്ഷെ നമ്മള് ചെയ്യുന്ന നിർത്തുന്നില്ലല്ലോ. ഇല്ല ഇല്ല, നമ്മൾ നിർത്തുന്നില്ല. അതിൻ്റെതായിട്ടുള്ള മടുപ്പും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഫുൾ പവർ. അതാണ് നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് മടുപ്പ് വരത്തില്ല. ആര് പോയാലും ഏതവൻ ഉണ്ടായാലും ഇല്ലേലും നമുക്ക് മടുപ്പ് വരത്തില്ല. അത് ശരിയാ. പിന്നെ വേറെ ഇപ്പം മറ്റേ എന്നാ ഹെവി ആൽക്കഹോളിക് വെതറാ ഇപ്പൊ ഇവിടെ. മഴയും ഒരു സൈഡ് യുദ്ധം, ഒരു സൈഡ് മഴ. നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ ഈ എയർപോർട്ടൊക്കെ അടയ്ക്കുവോ ഒന്ന്, പക്ഷെ അങ്ങനെ ഒന്നും വലിയ സീനൊന്നുമില്ല. ആകെ ആ സെൻസിറ്റീവ് ഏരിയാസ് മാത്രമേ ഉള്ളൂ. സെൻസിറ്റീവ് ഏരിയാസിലുണ്ട്. സീനില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇവന്മാരുടെ ഈ ടെററിസ്റ്റ് എന്ന് പറയുന്നവന്മാരുടെ സ്ലീപ്പർ സെൽസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഇവിടെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇതിനാണെങ്കിൽ ഒരു പരിധി എത്രാന്നും പറഞ്ഞ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുമല്ലേ. ഇവിടുന്ന് ചാടി കുത്തി കയറി. നമ്മുടെ നാട്ടിലുള്ളവന്മാരും കാണുമല്ലോ ഇതിന്റെ പുറകില്. ഞാൻ ഇത് വായിച്ചാണ്, അതായത് അമേരിക്ക പാകിസ്ഥാന് കുറച്ച് ജെറ്റ് വിട്ടായിരുന്നു, പക്ഷെ അവരുടെ ആ ക്ലോസിലുണ്ട് ഇത് ടെററിസത്തിന് വേണ്ടി യൂസ് അല്ലെ കൗണ്ടർ ടെററിസ്റ്റ്, പക്ഷെ വേറെ അങ്ങനെ എന്തോ ടെററിസ്റ്റ് ക്ലോസ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നൊക്കെ അത് ക്ലോസ് ഉണ്ട്. ഇപ്പം അവർ ഉപയോഗിക്കുമല്ലോ എനിക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ക്ലോസ് ഉണ്ട്. അവന്മാരെ ഉപയോഗിച്ച് 2 ജെറ്റ് അടിച്ചിട്ടില്ലയോ നമ്മളെ ആണ്ടൊക്കെ അടിച്ചിട്ടെന്ന് പറയുന്നുണ്ട്. തെളിവ് നമ്മുടെ ഒന്നും അടിച്ചിട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ അവന്മാർ അത് വെച്ച് വിലവേശാൻ തുടങ്ങിയാനെ. ഇപ്പൊ മൊത്തം നാണം കെട്ട് നാറിയിരിക്കുമല്ലോ അവന്മാരത്. ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാർ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ ഇത് പറഞ്ഞു നടക്കുന്നവന്മാർ 2 അല്ലെങ്കിൽ 4-5 ഫൈറ്റർ ജെറ്റ് അടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവന്മാർ അതായത് വീഡിയോ എടുത്ത് കാണിക്കായിരിക്കുമോ? അവന്മാരൊക്കെ ചുമ്മാ. അത് അവന്മാരുടെ ടെററിസ്റ്റ് ക്യാമ്പുകളാണ് നമ്മൾ കയറി പൊട്ടിച്ചത്. എത്ര 9 എണ്ണം. അതെ, മറ്റേ ഇവര് സിവിലിയൻസിനെ ടാർഗറ്റ്. നമ്മളെ പാവം പിടിച്ച ആൾക്കാരുടെ ഇത് ചുമ്മാ കൊന്നു. നമ്മള് അവിടെ ടെററിസ്റ്റ് എന്ന് പറയുന്നത് ഇവന്മാര് വളർത്തുന്നത് തന്നെ അല്ലേ. എന്നാൽ ഇത് എത്ര വർഷത്തിന് മുമ്പുള്ള ഒരു റൈവൽറി അല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റും ഇത് യുദ്ധം എന്ന് പറഞ്ഞാൽ എത്ര നാളുകളായിട്ട് ഇപ്പോഴും പഴയ പ്രശ്നങ്ങൾ തന്നെ. ഇമാര് തീവ്രവാദികളെ വിടുന്നു, നമ്മൾ ഇവിടുന്ന് അടിക്കുന്നു. നമ്മൾ അടിച്ചിട്ടില്ല എത്ര നാളൊന്നും, പക്ഷെ ഇപ്പോഴാണ് ഒന്ന് അടിക്കുന്നുണ്ട്, പക്ഷെ ഇത്ര ഒരു സ്കെയിലില്. ഇത് ഇവന്മാർക്ക് വേണം എന്നും പറഞ്ഞിട്ട് ഇവന്മാര് സെപ്പറേറ്റ് ആയി പോയ ഒരു ഇതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ 2 ഇത് വന്നപ്പോൾ പണ്ട് എന്തുവാ ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് ഭരിക്കണം, മറ്റേ മുഹമ്മദ് അലി 2 പേരുണ്ട് ഭരിക്കാൻ. അപ്പൊ ഇത് 2 പേർക്കും ഭരിക്കണം. 2 പേർക്കും ഭരിക്കാൻ വേണ്ടിട്ട് എന്തോ ചെയ്യണം, അവർക്കൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം. 2 പേർക്ക് അഹങ്കരിക്കാൻ അവന്മാർക്ക് ഭരിക്കാൻ വേണ്ടി ഒരു 2 സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം. അപ്പം ഹിന്ദുക്കളെ ഉള്ളത് ഭൂരിപക്ഷം ഉള്ളത് ഇന്ത്യ, നമ്മുടെ ഈ ഒരു ബൗണ്ടറിയിലാണല്ലോ. അപ്പൊ എന്തോ ഇത് ഇന്ത്യയാക്കി, മറ്റേതെന്തോ ഇത് മുസ്ലിങ്ങളുടെ ഇത് പാകിസ്ഥാനും ആക്കി. ശരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞ എന്തോ ടൈപ്പാണ്. ഇപ്പൊ നമ്മൾ തന്നെ മലയാളികള്, അതെ, നമ്മള് നീ ക്രിസ്ത്യാനി ഞാൻ ഹിന്ദു, അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എന്ത് ടൈപ്പ് ആൾക്കാരാ? ടൈപ്പ് അല്ലടാ, നമ്മൾ ഒരു ഇപ്പം സ്റ്റേറ്റ് മാത്രല്ല, നീ നമ്മൾ ഓരോ സ്ഥലം കേരളത്തിൽ തന്നെ ഇപ്പൊ നീ ഓരോ സ്ഥലത്ത് പോവാണെങ്കിൽ അവിടെ ആ സ്ഥലത്തിൻ്റെതായിട്ടൊരു പ്രത്യേകത കാണും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇവിടെ ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോ ജില്ല നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ അത് തന്നെ താഴെ തൊട്ട് മേല് വരെ വ്യത്യാസമല്ലേ. കേരളം നോക്കിയാട്ടെ, കേരളത്തിൽ തന്നെ താഴ്വശം തൊട്ട് മേൽവശം വരെ ഫുള്ള് വ്യത്യാസമുള്ള സംഭവമല്ലേ. അത് ഓരോ കൾച്ചറും വ്യത്യാസമല്ലയോ. പക്ഷേ ഈ എൻ ഡി എ ഗവൺമെന്റിന് ഇതൊരു വൻ ഒരു പവർഫുൾ
മൂവ് ആയിരുന്നു. NDA ഗവൺമെന്റ് നേരത്തെ മറ്റേ സർജിക്കൽ സ്ട്രൈക്കും പിന്നെ ഒക്കെ ചെയ്തിട്ടുള്ള ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്ട് ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്നാണെന്നറിയോ, നമ്മുടെ നാട്ടിലുള്ള നാറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറ്റേ രീതിയിലാണ് കാണുന്നത്. അയ്യോ മറ്റേ എന്താ സംഖ്യല്ലടാ, അങ്ങനെ മീൻസ് ഇന്ന് അങ്ങനെ ഒരു ഇതും റിലീജിയസ് ഒരു ഇതായിട്ടും പിന്നെ എല്ലാവരും ഇല്ലേ കുറച്ച് പേര്, എന്നിട്ട് അതിനെ അങ്ങ് എന്തോ ഇതാക്കി കാണിക്കും. മറ്റേ മനുഷ്യാവകാശവും അങ്ങനെയൊക്കെയുള്ള കുറെ ടീംസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്കൊരു ഇത് വന്നു കേട്ടോ, മുംബൈയിൽ ഈ പീസിന് വേണ്ടിയിട്ട് 10 മണി തൊട്ട് ഇവിടെ കാർഗറിലെങ്ങാണ്ട് പ്രൊട്ടസ്റ്റ് എന്തോ എല്ലാരും വെള്ളം എടുപ്പിട്ടുണ്ടെന്ന് നടക്കണം. ഇതിനൊക്കെ ആവശ്യം എന്തുവാ? ശരിക്കും പീസ് ആണ് വേണ്ടത്, പക്ഷെ ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മളങ്ങോട്ട് കയറി ചൊറിഞ്ഞല്ലോ, നമ്മളങ്ങോട്ട് കയറി ചൊറിഞ്ഞാണെങ്കിൽ ഓക്കെ 100% പറയാം. നമ്മൾ കാണിക്കുന്നത് ഇങ്ങോട്ട് വന്ന് ഒന്നും അറിയാത്ത പാവം പിടിച്ച കുറെ 10 എത്ര പേരെയാ കൊന്നത്, അത്രയും ആൾക്കാരെ ആണുങ്ങളെ മതം ചോദിച്ചു ഒരു ഫിയർ അവരിൽ ഉണ്ടാവണം. നമ്മളെ അടുത്ത് ഇങ്ങനെ വന്നാൽ നമ്മൾ തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ വേറെ കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചില്ല, അതായത് പണ്ട് ഈ നമ്മുടെ റഫേൽ ജെറ്റ് മേടിക്കുമ്പോഴും ഈ S-400 ആൾക്കാർ ഇതാണോ ഇപ്പൊ പൈസ കൊടുത്ത് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കും. അത് മാത്രല്ല, പണ്ട് മോദി ഇങ്ങനെ പല രാജ്യങ്ങളിൽ പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടിക്കാര് പറഞ്ഞോണ്ടാണെന്ന് പറഞ്ഞാൽ എന്താ ഇമ്മമാര് ഇയാളെന്തോ കാണിക്കുന്നത് ഇവിടെ ഉള്ള രാജ്യങ്ങളിലെല്ലാം കറങ്ങി നടക്കുക. ഇപ്പം കറങ്ങി നടക്കുന്നതിന് ഒരിക്കലും പ്രൈം മിനിസ്റ്റർ ഇല്ല, എന്തോരം ട്രോളായിരുന്നേ. അത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടാക്കിയോണ്ട് സോഫ്റ്റ് പവർ സാധനമല്ലേ അത്. കാരണം അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം വന്നപ്പോ എത്ര രാജ്യങ്ങളാ, ഇപ്പൊ പണ്ട് മൻമോഹൻ സിംഗ് ഒക്കെ ഉള്ള സമയത്തിനേക്കാളും കൂടുതൽ അല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഉപദ്രവിക്കുന്നില്ല. ആരും ഒരു രാജ്യത്തിനും നമുക്കെതിരെ അല്ലെങ്കിൽ അത് കാണിച്ചത് തെറ്റാന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്നത് ഈ നാസ എന്തിനാ ഇത്ര നമ്മൾ ഈ ചന്ദ്രനിൽ പോകാനും മാർസിൽ പോകാനും ഒക്കെ ഇത്രയും പൈസ കളയുന്നത്, നാസ നമ്മുടെ ISRO ഇതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്. ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മളത് വിചാരിക്കാതെ ഇവിടെ ഇത്രയും പട്ടിണി പാവങ്ങളുണ്ട്, ഇവർക്ക് തന്നെ ഇത് തീർക്കുന്നതിന് പകരം എന്താ ഇത് ഈ 2 റോക്കറ്റ് മേടിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഇത് നമ്മളിതെല്ലാം ചുമ്മാ അല്ല മേടിക്കും, നമ്മുടെ കയ്യിലും നമ്മൾ പ്രിപ്പയർഡ് ആണെന്ന് മനസ്സിലായി. ഇന്ത്യ ഈസ് വെൽ പ്രിപ്പയർഡ് ഫോർ എ വാർ. പാകിസ്ഥാൻ ചുമ്മാ എന്തോ കാണിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതിപ്പോ അവന്മാര് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അവന്മാരിത് എപ്പോഴും നമ്മുടെ ആർമി എപ്പോഴും ഒരു വേഴ്സ്റ്റ് കേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു എന്താ എല്ലാ രീതിയിലും മറ്റേ വെള്ളം തുറന്നു വിടുന്നു, ഇതടിക്കുന്നു, ഇത് ചെയ്യുന്നു, ആദ്യം തടഞ്ഞു വെച്ചു പിന്നെ തുറന്നു വിട്ടു. ഇതൊക്കെ എന്തോ അത് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അമ്മമാരിങ്ങനെ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ചോക്കെ എൻ്റെ കണക്കൂട്ടിൽ എന്തായിരിക്കും എന്നുള്ള. അത്രയും നാൾ അടച്ചിട്ടിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കമായിരിക്കും എന്ന് ആലോചിച്ച എൻ്റെ തലയൊന്ന് പോലെ ഒന്ന് ഓർത്തേ. നമ്മളാണെങ്കിൽ ഇങ്ങനെ എന്തിക്കോ വെറുതെ വെള്ളം എന്തിനാ കളയുന്നത്, വെറുതെ എന്തിനാ ഇത്രയും വെള്ളമാർക്ക് കൊടുക്കുന്നത്. അതോ അത്രയും നമ്മൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വേഴ്സ്റ്റ് കേസിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് എല്ലാ സൈഡിൽ നിന്നും. ആ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ മോദിയൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ആർമിക്ക് റെസ്പെക്ട് ഉള്ളത് എന്തോ അതും 14 ദിവസമോ ആർമിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇനിയും മോദി തന്നെ മോദി ഗവൺമെന്റ് ഉറപ്പായിട്ടും അടുത്ത ഗവൺമെന്റ് ഈ ഒരു ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ വിചാരിച്ച് രാഹുൽ ഗാന്ധി കയറി വരും എന്ന് വിചാരിച്ചു. കാരണം ഈ പ്രാവശ്യം കുറെ സീറ്റ്സ് കിട്ടിയായിരുന്നല്ലോ. പക്ഷെ ഇതുകൂടെ കഴിഞ്ഞപ്പം എനിക്ക് ഇനി പിന്നെ ഇതുപോലൊരു സംഭവം മതി എല്ലാം മാറാൻ. ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഫുൾ ആൾക്കാരുടെ മനോഭാവ സെന്റിമെന്റ് ഫുള്ള് മാറും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് എവിടുന്ന് തുടങ്ങി ഒരു തല്ലുമാല. ഇത് അമേരിക്ക അവിടെ നിന്ന് ടാരിഫ് അടിച്ചു തുടങ്ങി, റഷ്യ ഇസ്രായേൽ പാലസ്തീന്, റഷ്യ യുക്രൈന്, ചൈന അമേരിക്ക ഇറാന്, പാകിസ്ഥാൻ, ഇന്ത്യ, പക്ക തല്ലുമാല. പള്ളി ഒരു മറ്റേ പൂരപ്പറമ്പിലൊക്കെ അടിയളക പോലെ അവിടെ പൊട്ടി. ഇപ്പൊ വീണ്ടും തിരിച്ച് ഇസ്രായേലും ഗാസയും കൂടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ടല്ലോ.
എല്ലാം തല്ലുപാല് എന്തോ വിറ്റൊക്കെയാണ്. അയ്യോ പിന്നെ ഞാൻ ഒരു കാര്യം, നമുക്ക് നിനക്ക് ഈ പണ്ട് നാണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, സ്റ്റേജ് ഫിയർ. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എനിക്ക് അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അത് പോയി. ഞാൻ നോക്കിയ ഞാൻ മെയിൻ ആയിട്ട് കള്ളുകൂടി തുടങ്ങിയ ശേഷം ഈ നാണം എന്ന് പറഞ്ഞ സാധനം പവർ കിട്ടിയതില്ലയോ. കള്ളുകൂടി മാത്രല്ല, ഞാൻ കോളേജിൽ ചേർന്ന ശേഷം. കാരണം എനിക്ക് ആലോചിക്കാൻ പോലും വേണം. ഞാൻ സ്കൂളിലൊക്കെ ഇപ്പം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പണ്ട് മറ്റേ ഒരു ചീട്ട് കളിച്ചിട്ട് മറ്റേ ഇത് എന്താ നമ്മുടെ അസംബ്ലിക്ക് കയറിയുന്ന സ്പീച്ച് പറയുന്ന സീനൊക്കെ ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ കാണുമല്ലോ, നാണക്കേടെന്നൊക്കെ പറഞ്ഞു. ഒരു പേടിയല്ല, നാണമായിരുന്നു. എന്താ വെച്ചാൽ അതാ എനിക്ക് തോന്നുന്നു ആ പ്രായത്തിന്റെ ആയിരിക്കും. ഇപ്പോഴും ആ പ്രായത്തിൽ എനിക്ക് നാണമല്ല, ഒരു സ്റ്റേജ് ഫിയർ കൊച്ചിലേ ഉണ്ട്. അത് തന്നെടാ, നമ്മള് സ്റ്റേജിൽ കയറുന്ന പറഞ്ഞാൽ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി എല്ലാവരും നമ്മളെ നോക്കുന്നു. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആരതൊക്കെ പോകും. ഇപ്പം ഞാൻ ശരിക്കും കോളേജിൽ കയറിയ ശേഷം എനിക്ക് അങ്ങനെ ഡ്രമാറ്റിക്, കാരണം ആൾക്കാരായിട്ടെല്ലാം നമ്മൾ കോളേജിൽ കയറുന്ന ഫുള്ള് വേറെ പട്ടി ഷോ ആണ്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരുമായിട്ട് അധികം അങ്ങനെ പുറത്തുള്ളവരുമായിട്ട് അധികം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എവിടെ പോയി ആരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി, ഇപ്പൊ നമുക്ക് ഓക്കെ നല്ലതെന്ന് തോന്നുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പോയി നമ്മളൊരു സംസാരിക്കുകയെങ്കിലും ചെയ്യും. പിന്നെ ഒരു വ്യത്യാസം കണ്ടെന്ന് അറിയോ, പണ്ട് വീട്ടില് കുറച്ച് മുതിർന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ സംസാരിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ സോണല്ല, നമ്മള് പിള്ളേരാ. നമുക്ക് ഇപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് വേണം സംസാരിക്കാം. നല്ല വയസ്സായ ആൾക്കാരുള്ള ആ ചേട്ടാ എന്നെ ഉണ്ട്, ഒരു ചെറുതെടുത്താലും ആരോട് വേണേലും ഇപ്പൊ സംസാരിക്കും. പണ്ട് ആ സമയത്ത് നമ്മുടെ ആ സെയിം ഏജ് ഗ്രൂപ്പിലും അവരോടൊക്കെ മിണ്ടാം, എനിക്കാണ് ആലോചിക്കാൻ പോലും വരായിരുന്നു. വേറെ ഇപ്പൊ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പം നമ്മൾ ഒളിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനത്തെ സീനൊന്നുമില്ല. നമുക്ക് നമ്മൾ ചില്ല ഏതാ. പിന്നെ ഒരു സാധനം തിരിച്ച് എല്ലാരോടും പൊളൈറ്റ് അല്ലാതെ ദേഷ്യപ്പെടാനും ഇപ്പം മടിയൊന്നുമില്ല. അതായത് എന്ത് ദേഷ്യപ്പെടണം, പൊളൈറ്റ് ആവണേ. അല്ല, നമ്മള് വേറൊരു കാര്യമുണ്ട്, നമ്മള് ആവശ്യമില്ലാത്ത കാര്യത്തിന് അത് കയറി ദേഷ്യപ്പെടാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ആ എന്തേലും നമുക്ക് നമ്മളെ ചൊറിയാൻ വരരുത്. ഇപ്പൊ ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നു ആ ഒരു സാധനം സത്യം പോയി, ആ ഒരു ഇത് പോയി. വേറെ ആൾക്കാർക്ക് വേണ്ടി ജീവിക്കല്ലേ ഇപ്പൊ. അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത്, ആ സാധനം എങ്ങനെയോ എവിടെയോ പോയിട്ടുണ്ട്. അടി മൂലമുള്ള ഇപ്പോഴും അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. അവരെന്ത് വിചാരിക്കും, അല്ലെ പറയാൻ പേടിയുള്ള നാണമുള്ള ആൾക്കാർ കാണുമല്ലോ. കനത്ത അടിക്ക് ശേഷം എന്റെ വീട്ടിൽ ഇപ്പോഴും അങ്ങനെ സംസാരിക്കും. അങ്ങനത്തെ അവരെന്ത് വിചാരിക്കും, ഞാൻ പറയാം അവരുടെ കാശിനല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമുക്കെന്തോ നമ്മള് നമ്മുടെ കാശിന് നമ്മള് പണിയെടുക്കുന്നു, പട്ടിയെ പോലെ പണിയെടുക്കുന്നു, നമ്മുടെ കാശിന്. മറ്റേ വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനത്തെ ചിന്തയുണ്ട്. നിങ്ങളും സൊസൈറ്റി നോക്കി ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ മുമ്പേ പോകത്തേ ഉള്ളൂ. ജീവിതം കോഞ്ഞാട്ടേ ഉള്ളൂ. ഒരിക്കലും സൊസൈറ്റി ബാക്കിയുള്ളവരെ സന്തോഷം ഇവരൊന്നും പറയും, നീ എന്താ കല്യാണം കഴിക്കാൻ വയസ്സായി. എടാ കാണുന്നവരെല്ലാം വന്നിട്ട് ആദ്യം വരുമ്പോ പറയാം ഇത് വണ്ണമാ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു എന്തോ വണ്ണ. ഞാൻ പറഞ്ഞു അതിനെന്താ, നിന്റെ കാശിനാന്നോ ഞാൻ തിന്നുന്നത്? നിങ്ങൾ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ തിന്നാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്റെ കാശിന് അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ ഉണ്ടാക്കുന്ന കാശിന് ഞാൻ തിന്നുന്നു. ഞാൻ ടാറ്റു വേണ്ട ആൾക്കാർ ഇത് പോവോ, അവർക്ക് ടെൻഷൻ. ഇവരെത്ര മണ്ണം വെച്ച് പോരുന്നല്ലോ. ഞാൻ ഭൂമിക്ക് കംപ്ലൈന്റ് ഇല്ല, എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പിന്നെ ഈ നായിന്റെ മക്കൾക്ക് പ്രശ്നം. ഇത് പെണ്ണ് കിട്ടത് ആൾക്കാർ കഞ്ചാവാന്ന് പറയും. പെണ്ണ് അത് വേറൊരു സ്റ്റിഗ്മയാണ്. ഇടയ്ക്ക് ഒരു സമയത്ത് ഉണ്ടായത് മറ്റേ മുടി നീട്ടി വളർത്തി താടിയും വെച്ച് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ചാവ്. ഞാൻ പറഞ്ഞു, ഈ സൂട്ടും ഇട്ട് ഷർട്ടും ഇഞ്ച് വൃത്തിയായിട്ട് നടക്കുന്നവരെ ലോകത്തിലെ ഏറ്റവും നേര് നെറിയില്ലാത്തവന്മാര്. അയ്യോ, അങ്ങനെ കുറെ മൈരന്മാരുണ്ട് വീട്ടില്, നാട്ടിലൊക്കെ കേട്ടോ. വീട്ടിലല്ല, സോറി, നാട്ടിൽ. അതാ ഞാൻ എന്നെ സീനാണ്. ഇവന്മാര് വന്ന് പറഞ്ഞ നമ്മള് ജസ്റ്റ് ഒരു സംസാരിക്കാന്നുള്ള ഇതിരിക്കുമ്പോഴത് ഇവന്മാര് വന്ന് എന്നെ ഒന്ന് എപ്പോഴാ കല്യാണം. ഞാനിപ്പോ ഫസ്റ്റ് വരുമ്പോഴേ നമ്മളെ അങ്ങ് നോക്കുക ആണെന്ന്. ഞാൻ തിരിച്ച് നല്ല ഷോട്ട് കൊടുക്കും. ഇവന്മാര് വന്നിട്ട് അതും വീട്ടിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ വരുന്നവന്മാരിക്കും. വീട്ടിൽ വർഷത്തിൽ ഒരിക്കൽ വരുന്നവൻ നമ്മുടെ ജീവിതം തീരുമാനിക്കുക. നീ നാളെ തന്നെ കെട്ടണം, നീ ഇന്ന് തന്നെ കെട്ടണം. നീ എന്തുവാണ് ഇപ്പൊ? അതുപോലെ അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ പോയില്ലല്ലോ, ഇവന് പോയപ്പോ എൻ്റെ അടുത്ത് പറയാം, എടാ എല്ലാരും ചോദിക്കുന്നത്. ഞാൻ ചെന്നപ്പോ വീട്ടില് റിസപ്ഷന്റെ ഒക്കെ പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞു എന്തു, ഞാനെങ്ങും ഇല്ല, നിങ്ങളത് നടത്തോ.
എല്ലാരും ചോദിക്കും. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ, എല്ലാരും ചോദിച്ചാൽ എന്താ കുഴപ്പം, എന്താ എനിക്ക് സമയം സൗകര്യം ഉള്ളപ്പോ ഞാൻ ചെയ്യും എന്തേലും, അല്ലാതെ ചുമ്മാ നാട്ടുകാരെ ഞാൻ എന്തേലുമൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് വേറെ വിശേഷം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു വരുമാര് ഞാൻ പറയും ഞാനിപ്പോ ചിലപ്പം അവിടെ ഇല്ലാതായിരിക്കും, ഉച്ചയ്ക്കായി പോകുന്നത്. അവിടെ പോയി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം ഞങ്ങൾ പാർട്ടിക്ക് പോയേക്കുമായിരുന്നു. പറഞ്ഞ നീ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കല്യാണമൊക്കെ ഞാൻ ആലോചിക്കുന്നത് നിനക്ക് വേറെ ഒന്നും പറയാനില്ലടാ മയില്, നീ ഇവിടെ വന്ന് എന്നെ എന്നേലും കാണും ഈ പറയുന്നവന്മാരൊക്കെ. അതല്ല ഇത് ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ. വർഷത്തിൽ ഒരിക്കലും നമ്മളെ കാണുന്ന ഒരുത്തം നമ്മുടെ ജീവിതം തീരുമാനിക്കും. നീ എഞ്ചിനീയറിംഗ് പഠിക്കണം, നീ കല്യാണം കഴിക്കണം, നീ ജോലിയില്ല ജോലിക്ക് പോകണം, ജോലിയില്ലാതെ മൂഞ്ചി തെറ്റി നടക്കുക, നിനക്കെന്നാ മയില്? അതാ ഞാൻ ചോദിക്കുന്നത്. നീ ഏതാ? അതാ എന്റെ വീട്ടിൽ വന്ന് എനിക്കിട്ടോ. ഇതിപ്പോ എന്റെ വീട്ടിൽ എന്റെ അച്ഛന് പ്രശ്നമില്ല, എന്റെ അമ്മയ്ക്ക് പ്രശ്നമില്ല. അവരിപ്പോ അവര് എന്നെ ഇത്ര നാളും തെറ്റിപ്പോയിട്ട്, അല്ലാതെ ഇവന്റെ വീട്ടിൽ പോയി അവന്റെ എന്തെങ്കിലും ഇരുന്ന് വാങ്ങിച്ചിട്ടാണോ നമ്മൾ തിന്നത് കുടിച്ചതൊക്കെ. നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശും കൊണ്ടാണ് നമ്മൾ ഇത്ര നാളും ജീവിച്ചത്. ഇപ്പൊ നമ്മൾ കാശുണ്ടാക്കുന്നു ഇല്ലെന്ന് പറഞ്ഞില്ല. അതിന്റെ അഹങ്കാരം ആണോ അല്ലയോ നമുക്ക് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ തീരുമാനിക്കാതിരിക്കും. ഇപ്പം ഞാൻ പോയി പറയുക എനിക്ക് ഈ ജോലി രാജിവെക്കണം, ഞാൻ ഇനി തൊട്ട് വേറെ എന്തെങ്കിലും പരിപാടി, എന്റെടാ എന്നാ ശോകം വന്നിട്ട് ഇങ്ങനെ വന്ന് നീ എന്തോ ആൾക്കാർക്ക് ഇങ്ങനെയല്ലേ ജീവിക്കുന്നത്, ഇങ്ങനെ ജോലി ചെയ്തില്ല, എന്ത് കഷ്ടപ്പെട്ട ആൾക്കാർ ജീവിക്കുന്ന, ആ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റേതാണ്. ഞാനപ്പോഴത്തേക്കും ഇവിടെ ഈ പത്രത്തിൽ എന്തോ ന്യൂസാ, ജോലി കാരണം മരിച്ചു, സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ഇവന്മാരൊക്കെ കാരണമാ പിള്ളേരെല്ലാം ഇങ്ങനെ ജോലി ചെയ്തു. അതും ഇന്ത്യൻ കമ്പനീസ് ജോലി ചെയ്യുന്ന എന്തോ മടുപ്പാണ്, എന്തോ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. ഇവിടെ ഉള്ളവരങ്ങ് 100 ദിവസം പണിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പം നമ്മൾ പക്ഷെ അത് ഇന്ന് രക്ഷപ്പെടണം ഇതേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുക, എല്ലാ ദിവസവും പണിയെടുക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യില്ല. അത് പിന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ ഒരു അല്ല. അതിനകത്ത് വേറൊരു കാര്യം, എടാ നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു ഇത് കിട്ടൂടാ അത് ചെയ്യുമ്പോ. ഫ്രീഡം ഇല്ല, നമുക്ക് ടൈം, നമ്മുടെ ടൈം വേറൊരാളാ തീരുമാനിക്കുന്നത്. ഇതിപ്പോ നമുക്ക് ടൈം ഇപ്പൊ നമ്മളിതിങ്ങനെ അത്യാവശ്യം നമ്മളൊരു സെറ്റപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ വേണമെങ്കിൽ എടുത്ത് ഒരു ദിവസം ഇപ്പൊ എടുക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോ പണി എടുക്കണ്ട, ഇന്ന് നമുക്ക് ഫുൾ ഫാമിലി ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യണം, അല്ലെ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ചില്ല് ചെയ്യണം. ലീവില്ല ബ്രോ, ലീവില്ല, എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, എനിക്ക് നാളെ വർക്കുണ്ട്. അതെന്തോ ജയിലത്. എടാ ആക്ച്വലി എനിക്ക് നമ്മളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ള ഇവര് പിന്നെ ഇച്ചിരി കൂടെ ഇതാകട്ടോ, ഈ മുംബൈയിലുള്ളവര് അവര് ജോലി പോയി അടുത്ത ജോലി. ഇത് ലൈക്ക് ഇങ്ങനെ അവന്മാര് അവരുടെ കരിയറിന്റെ ഇത് മാറുന്നത്. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഞാൻ ഈ കരിയർ തന്നെ ഇങ്ങനെ പോയ ഞാൻ ഇതില് എനിക്ക് സ്കില്ല്, പക്ഷെ അവന്മാരെന്ന് പറഞ്ഞാൽ കുറച്ചുനാൾ ഇത് ചെയ്തു, അടുത്ത് ഇതിലോട്ട് കയറി, അടുത്ത് അതിലോട്ട് കയറി. എടാ എല്ലാരും ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ മറ്റേ പ്രൊഡക്ഷനിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവന്മാര് ജസ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് അവന്മാരെ അടുത്ത സ്ഥലം പിടിക്കാം, അടുത്ത് ഇത് പിടിക്കാം. എനിക്ക് തോന്നുന്നു അതാ നല്ലതെന്ന് തോന്നുന്നു. കാരണം കുറെ വൈഡ് വെറൈറ്റി ഓഫ് സ്കിൽസ് കിട്ടി. ഇതിന് നിന്നാ ഇത് തന്നെ ജീവിതം പഠിക്കണമെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ മാറി ഇവിടെ ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ദാരിദ്ര്യം അനുഭവിക്കണം ഒന്നാമത്തെ കാര്യം. പിന്നെ ആൾക്കാരുടെ മെന്റാലിറ്റി, ഇവിടുത്തെ ഒരു ആൾക്കാരുടെ മെന്റാലിറ്റി, ഇവിടെ എല്ലാവരും ഭയങ്കര പ്രൊഡക്റ്റീവ് ആകട്ടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുന്ന ഒരു പരിപാടി ഇല്ല. ആൾക്കാരെല്ലാം പൈസ ഉണ്ടാക്കാൻ ഇവിടെ വരുന്നത്. എന്ത് കാണിച്ചിട്ടാണെങ്കിലും പൈസ എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ള മൈൻഡിൽ തന്നെ വരുന്നത്. നാട്ടിൽ പോയാലാണെന്നൊക്കെ അടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്യാൻ മൂട, വെക്കേഷൻ മൂട. സത്യം പറ, ഇവിടെ ആൾക്കാർ എങ്ങനെയും എന്തെങ്കിലും ചെയ്യണം, പൈസ ഉണ്ടാക്കണം. കാരണം മുംബൈ ജീവിക്കണം, പൈസ വേണം. അതും കുറച്ചൊന്നും പോരാ, നല്ല രീതിയിൽ കാശ് വേണം. ഇവിടെ മറ്റേ ഏറ്റവും ഇത് ചെലവ് കുറച്ചും ജീവിക്കാം, ഏറ്റവും ചെലവായിട്ടും ജീവിക്കാം. അല്ല, ഏറ്റവും ചെലവ് കുറച്ച് ജീവിക്കാനും വേണം മിനിമം ഒരു 10,000 രൂപ മാസം. രാവിലെയും വൈകിട്ടും വടാപ്പാവ് തിന്നാൻ ഓക്കെ ആണെങ്കിൽ നടക്കും. പിന്നെ മറ്റേ ഈ സാധാ PG-യിലേക്ക് കിടക്കാൻ ഓക്കെ ആണെങ്കിൽ ജീവിക്കാം. അതാ പറഞ്ഞ ഒരു 10,000 രൂപ മാസം മിനിമം വേണം വെറുതെ ചുമ്മാ ജീവിക്കാനും. ആ 10,000 രൂപ എവിടെ നിന്ന് കണ്ടുപിടിക്കും? അത് നമ്മുടെ എൻവയോൺമെന്റ് മാറുമ്പോൾ നമ്മളും മാറും. ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര ലേഡ് ബാക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ അങ്ങനെയൊക്കെ തോന്നും. ഞാൻ ആ വീടിന്റെ വെളിയിലേ ഇറങ്ങത്തില്ല ആ മൈൻഡ്. പക്ഷെ ഇവിടെ വന്ന് സത്യം പറഞ്ഞ പവർ, നമ്മുടെ ആ സർക്കിൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ കുറച്ച് പവർ ആൾക്കാരാണെങ്കിൽ നമ്മൾ നന്നാവും. നമ്മളാ ചുമ്മാ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യുന്ന സർക്കിളിൽ നിൽക്കുകയാണെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞ ശോകോ. അപ്പം നിർത്താം.